മാഡം. കണ്ണുകൾ അടച്ച് സീറ്റിൽ കിടന്ന ആമിയെ അവരുടെ വിശ്വസ്തൻ വിളിച്ചു. എന്താ കിച്ചു? അവർ കാര്യം തിരക്കി. ആ കുട്ടിയെ കിട്ടുമോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. കിട്ടണം, കിട്ടിയേ മതിയാകും. എന്റെ ഏട്ടൻ പണ്ടേ ബുദ്ധിമാനാണ്. അതുകൊണ്ടല്ലേ തന്റെ സകല സ്വത്തുക്കൾക്കും തന്റെ ചോരയിൽ പിറക്കുന്ന കുഞ്ഞിന് അവകാശം എഴുതി വെച്ചത്. അവൾ തിരികെ വന്നില്ലെങ്കിൽ എല്ലാം ട്രസ്റ്റിലേക്ക് പോകും. അവർ ശാന്തമായി തന്നെ പറഞ്ഞു. ഇതേ സമയം അച്ചു ഡ്രസ്സുകളെല്ലാം അടുക്കി വെക്കുകയായിരുന്നു. തുളസിക്ക് ടോപ്പ് ഫ്ലോറിലാണ് ഇന്ന് വർക്ക്. രണ്ടാളും കൊണ്ടുപിടിച്ച പണിയിലാണ്. ഇതിന് മാത്രം ആളുകൾ കേരളത്തിൽ എന്നും തുണി വാങ്ങി കൂട്ടുമോ എന്ന് പോലും ചിന്തിച്ചു പോയി അച്ചു. എന്നും ഇവിടെ മാത്രം തിരക്കാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിലക്കുറവിൽ നല്ല തുണികൾ കിട്ടുമ്പോൾ ആരായാലും വാങ്ങും. അച്ചുവും ആരോടും അടുപ്പത്തിനൊന്നും പോയില്ല. എല്ലാവരും പരസ്പരം മിണ്ടും, അത്രേ ഉള്ളൂ. ചിലർ ഭയങ്കര കൂട്ടുകാരാണ്. അങ്ങനെയുള്ളവർ അവരുടെ കൂട്ടത്തിലോട്ട് പുതിയ ഒരാളെ ചേർക്കാനും മടിക്കുന്നു. പെട്ടെന്നാണ് അവരുടെ സൂപ്പർവൈസർ രേഖാമ്മയുടെ അവിടേക്ക് വന്നത്. എല്ലാവരും ഇവിടേക്ക് ഒന്ന് വേഗം അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്ക്. MD ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്, വേഗം ആകട്ടെ. അവരുടെ പരവേശം കണ്ട് ജോലിക്കാരെല്ലാം പാഞ്ഞു പിടിച്ച് ജോലി ചെയ്തു. ഒരു സെക്ഷൻ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്തപ്പോൾ അടുത്ത സെക്ഷൻ അവിടെയെല്ലാം വൃത്തിയായി അടുക്കി ഒതുക്കി. ഉച്ചയായപ്പോഴേക്കും എല്ലാവരും തളർന്നു. അച്ചു രാവിലെ തുളസി കെട്ടിക്കൊടുത്ത ചോറ് പൊതിയും കൊണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. ചേമ്പിൻതരം മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും പിന്നെ മാങ്ങാച്ചാറുമാണ് അത്. ജോലി ചെയ്ത ക്ഷീണം കൊണ്ട് അവൾ അത് ആസ്വദിച്ച് കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും തിരക്കൊക്കെ ഒരുവിധം ഒതുങ്ങി. അപ്പോഴാണ് ആരൊക്കെയോ കൂടി നടന്നു വരുന്ന അച്ചു കണ്ടത്. അവരെ കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ വിഷ് ചെയ്യുന്നത് കണ്ട് അതാകും MD എന്ന് അവൾക്ക് മനസ്സിലായി. ഇതാണോ ചേച്ചി നമ്മുടെ MD? അച്ചു അടുത്തു നിന്ന് ചേച്ചിയോട് സ്വകാര്യമായി ചോദിച്ചു. അതെ, ഇതാ നമ്മുടെ MD ശിവകാമി മാഡം. ശിവകാമി ടെക്സ്റ്റൈൽസ് മാത്രമല്ല, ഹോസ്പിറ്റലും ഹോട്ടലും കൺസ്ട്രക്ഷനും ഒക്കെ ഉണ്ട് ഇവർക്ക്. അവർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളും അപ്പോ ആമയെ ഒന്ന് നോക്കി. ചെറു പുഞ്ചിരിയോടെ നടന്നു വരുന്ന ആമ അച്ചുവിനെ കണ്ടതും മനോഹരമായൊന്ന് ചിരിച്ചു. തിരികെ അവളും. ഡെവി ശരിക്കും മുംബൈയിൽ പെട്ടുപോയി. അവന്റെ ശത്രുക്കളിൽ ചിലർ പെടുത്തി. അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിസ്സാരമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി അവൻ എടുക്കുന്ന സമയം അത് തന്റെ ജീവിതത്തിന്റെ തന്നെ ബാക്കി പത്രമാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഡെറി തന്നെ കൊണ്ട് ആകും പോലെയൊക്കെ അവരെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ ഏലിക്കുട്ടി മാക്സിമം മുതലെടുത്തു. ഡെറി തലയ്ക്ക് ഭ്രാന്തെടുത്തതുപോലെ ഹാളിലിരുന്നു. അപ്പോഴാണ് ആരോ അവനെ പിന്നിൽ നിന്ന് പുണർന്നത്. ഞെട്ടിപ്പിടഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അവൻ. ഹായ് ഡെറി. സൂസി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. നീ എന്താ ഇവിടെ? അവൻ അവളെ കണ്ട ഞെട്ടലി ചോദിച്ചു. വല്യമ്മച്ചി വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. തന്നെ ഒന്ന് കാണാൻ തന്നെയാ വന്നത്. തന്നോട് സ്വാതന്ത്ര്യത്തോടെയുള്ള അവളുടെ സംസാരം അവനിൽ അസ്വസ്ഥത പടർത്തി. എന്നെ എന്തിനാ സൂസി കാണുന്നത്? സൂസിക്കറിയില്ലേ ഞാനൊരു ഗേ ആണെന്ന്? അവൻ അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്മാറിയത്. പക്ഷെ ഇപ്പോഴല്ലേ അറിഞ്ഞത് അത് താൻ ഞങ്ങളെയൊക്കെ ഒന്ന് കളിപ്പിച്ചതാണെന്ന്. എന്നാലും ഇത്രയും വലിയൊരു നാണം കെട്ട കാര്യം പറയണ്ടായിരുന്നു. എല്ലാം വല്യമ്മച്ചി പറഞ്ഞു. അവൾ അല്പം ചൊടിയോടെ പറഞ്ഞു. ഡെറി അവളെ കനപ്പിച്ചൊന്ന് നോക്കി. അതിന് ഞാൻ കള്ളം പറഞ്ഞതല്ല. ഞാൻ ഡെറി. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ റോസി അവനെ വന്ന് വിളിച്ചു. എന്താ മമ്മി? അല്ല, ഇതാര്? സൂസി മോളോ? കൊച്ചെപ്പോ എത്തി? സൂസിയെ കണ്ടതും അവർ അവളോട് കുശല അന്വേഷിച്ചു. അതിഷ്ടപ്പെടാതെ ഡെറി അപ്പൊ തന്നെ അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞു പോയി. പുതിയ പിള്ളേർ എങ്ങനെയുണ്ട് രേഖ? ആമി ഫയലുകൾ നോക്കുന്നതിനിടയിൽ തിരക്കി. കുഴപ്പമില്ല മാഡം, രണ്ടാളും നല്ല ഹാർഡ് വർക്കാണ്. രേഖ ബഹുമാനത്തോടെ പറഞ്ഞു. ആ, ഒത്തിരിയിട്ട് വലയ്ക്കാൻ നിൽക്കണ്ട. ആവശ്യത്തിന് ഓഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കണം. കണ്ടിട്ട് കൊച്ചു പിള്ളേരാണെന്ന് തോന്നുന്നു. സൗമ്യമായി ആമി പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം മാഡം. എല്ലാവർക്കും മുൻപിൽ ആമി ഒരു നല്ല മനസ്സിനുടമയാണ്. അവരുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ അവർക്ക് അങ്ങനെ ഒരു ലേബൽ ചാർത്തി കൊടുത്തു. ഒരു സാധുവാണ് ആമി എന്നാണ് എല്ലാവരും പറയാറ്. അച്ഛനും കുറെ കേട്ടു അവരുടെ മഹത്വം. അവൾക്ക് ഉള്ളിൽ ആമിയോട് ഒരു ആരാധനയൊക്കെ തോന്നിപ്പോയി. ജോലി കഴിഞ്ഞ് അച്ഛനും തുളസിയും കൂടി പതിവ് പോലെ റോഡിന് ഓരം പറ്റി നടന്നു. പെട്ടെന്നാണ് അവരെ കടന്ന് ആമയുടെ കാർ പോയത്. നീ നമ്മുടെ MDയെ കണ്ടിരുന്നു? അച്ചു തുളസിയോട് ചോദിച്ചു. ആ, ഒരു മിന്നായം പോലെ നടന്നു പോകുന്നത് കണ്ടിരുന്നു. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല. ആലസമായി അവൾ പറഞ്ഞതും അച്ചു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതെന്താ ആ സമയം നിനക്ക് ഇത്ര പണി വന്നത്? നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ അത് കള്ളമല്ലേ? അച്ചുവിന്റെ ചോദ്യം കേട്ട് തുളസി അവളെ പുഞ്ചിരിയോടെ നോക്കി. അച്ചു, അവിടെ ആര് വന്നാലും പോയാലും എനിക്കൊന്നുമില്ല. ഞാൻ അവിടെ ജോലിക്ക് പോയതാണ്. എന്റെ ജോലി ഞാൻ ചെയ്യുന്നു. അതിനവർ മാസം ശമ്പളം തരുന്നു, അത്രേ ഉള്ളൂ. അതിനിടയിൽ ആരെയും കൂടുതൽ ശ്രദ്ധിക്കാനോ ആരുമായി അടുക്കാനോ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ ശ്രമിക്കരുത്. അത് നമുക്ക് തന്നെ ഒരു നാൾ ദോഷം ചെയ്യും. തുളസി പറയുന്നതൊക്കെ കേട്ട് അതിന് മാത്രം താനിപ്പ എന്താ പറഞ്ഞതെന്ന് അവൾ ഓർത്തു. കൂടുതലൊന്നും പിന്നീട് പറയാൻ നിൽക്കാതെ രണ്ടാളും കൂടി ആടി തൂങ്ങി ഒരുവിധം വീട് പറ്റി.
പതിവ് പോലെ തന്നെ അന്നത്തെ ദിവസവും കടന്നുപോയി. ഇതേ സമയം വാര്യർ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. ജയയുടെ മകളെ എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരണം. ഇനിയും ആ അമ്മയും മകളെ തമ്മിൽ പിരിക്കാൻ പാടില്ല. വൈകി വന്ന തിരിച്ചറിവാണെന്ന് അയാൾ അറിയാതെ പോയി. ജോലി തിരക്കിപ്പെട്ട് ഡെറിയെക്കുറിച്ച് മറന്നേ പോയി കാശി. അവനിപ്പോൾ നല്ല തിരക്കിലാണ്. ലീ അവനെ വന്ന് നന്നായി ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും അവൻ നല്ലത് വെച്ച് കെട്ടിക്കൊടുക്കും അവൾക്ക്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു കാശി. സമയം രാത്രി 11 കഴിഞ്ഞിരുന്നു. റോഡിൽ ആരോ കിടക്കുന്നത് പോലെ തോന്നിയതും അവൻ വണ്ടി ഒതുക്കി. റോഡിന്റെ ഒരു വശത്തായി മലർന്നു കിടക്കുന്നവനെ കണ്ട് കാശിയുടെ മുഖം ചൊളിഞ്ഞു. വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടാതെ അച്ഛനെ തുളസിയെ അന്വേഷിച്ചിറങ്ങിയതാണ് ഡെറി. അവരെക്കുറിച്ച് ഒരറിവും കിട്ടാതെ വന്ന വിഷമത്തിൽ ബാറിൽ കയറി നന്നായി മദ്യപിച്ചു. ലക്ക് കെട്ടി ഇറങ്ങി നടന്നവൻ റോഡരികിൽ വീണുപോയതായിരുന്നു. കാശി അല്പം മുൻകരുതലോടെ അവൻ അടുത്തേക്ക് നടന്നു. ഏതെങ്കിലും ശത്രുക്കളാണെങ്കിലോ എന്ന് കരുതിയാണ് കാശി അവനരികിലേക്ക് ചെന്നത്. അച്ചു, തുളസി കണ്ടില്ല, പോയി. റോഡിൽ കിടന്ന പിച്ചുമ്പേയും പറയുന്ന ഡെറിയെ കണ്ട് കാശി കണ്ണു മിഴിച്ചു പോയി. ഇവനും ഡാ, നിനക്ക് വീട്ടിൽ സ്ഥലമില്ലേ കിടക്കാൻ? അവന് നേരെ കാശി അലറി. എവിടെന്ന് അവൻ ഇതൊന്നും കേൾക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. ഓ, നല്ല ഫോമിലാണല്ലോ ഡോക്ടർ സാർ. ഇതിനെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? പിടിച്ച് ലോക്കപ്പിലിട്ടാലോ? അവൻ താടി ചൊറിഞ്ഞുകൊണ്ട് സ്വയം ചോദിച്ചു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, കോപ്പ്. ഇവിടെ ഇട്ടിട്ട് എങ്ങനെ പോവാനാ? മനസാക്ഷി ഉള്ളതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൻ ആ സാധനത്തിന് ഒരുവിധം എടുത്തു പൊക്കി ജീപ്പിൽ കൊണ്ടിരുത്തി. ഡെറി ഇതൊന്നും അറിയാതെ ഓരോന്ന് പറഞ്ഞു കിടന്ന് മോങ്ങുന്നുണ്ട്. കാശി അവനെ ഒന്ന് നോക്കി പല്ല് കടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വണ്ടി പറപ്പിച്ചു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുവാണ് എല്ലാവരും. മാധവ് ചപ്പാത്തി പനീർ കറിയിൽ പൊതിഞ്ഞെടുത്ത് വായിൽ വെച്ചു. ജയ അവന് കുടിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. വാര്യർ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ ചുമ്മാ വിരലിട്ട് ഇളക്കിയിരുന്നു. മാധു. വാര്യർ വിളിച്ചതും മാധു തലയുയർത്തി അയാളെ ഒന്ന് നോക്കി. നമ്മുടെ കുഞ്ഞിനെ നീ കണ്ടെത്തിയെന്ന് പറഞ്ഞത് ശരിയാണോ? അയാളുടെ ചോദ്യം ജയയുടെ കണ്ണു നിറച്ചു. ഞാൻ കണ്ടുപിടിച്ചു. ആതിര, അങ്ങനെയാണ് പേര്. കോട്ടയത്തുള്ള ഒരു വലിയ വീട്ടിൽ അവളുണ്ട്, അവ ഉറപ്പോടെ പറഞ്ഞു. ഇനിയും വൈകിക്കേണ്ട ജയ്, നാളെ തന്നെ പോയി നിന്റെ കുഞ്ഞിനെ നീ കൂടെ കൂട്ടാൻ നോക്ക്. നിങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിരുന്ന് വേദനിക്കേണ്ട കാര്യമില്ല. ഓന്ത് മാറുമോ ഇതുപോലെ എന്ന അർത്ഥത്തിൽ മാധവ് അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ജയയുടെ മുഖം തെളിഞ്ഞു. അവരെ സന്തോഷം അല്ലതല്ലേ? കൂടുതലൊന്നും പറയാതെ വാര്യർ വേഗം കഴിച്ചെഴുന്നേറ്റു. മാധവ് ജയെ നോക്കി കണ്ണിറുക്കിയൊന്ന് പുഞ്ചിരിച്ചു. കാട്ടിലെ ചക്ക വെട്ടിയിട്ടതുപോലെ കിടക്കുന്നവനെ ഇളക്കി കൈയും കുത്തിയെന്ന് നോക്കി പേടിപ്പിച്ചു കാശി. അവന്റെ കിടപ്പ് കണ്ട് ഒരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നിയെങ്കിലും സ്വയം അടങ്ങിയവൻ. തിരിഞ്ഞു പോകാൻ നിന്ന കാശിയെ ഒറ്റ വലിക്ക് ഡെറി തന്റെ മേലെ വലിച്ചിട്ടു. ആ ബോധാവസ്ഥയിലും കാശിയുടെ മണം അവൻ അറിഞ്ഞു. ഡെറി അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിയതും പിടഞ്ഞു കുതറി അവൻ. എന്നാൽ ഡെറി അവനെ വിടാതെ പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. അവന്റെ ഈ പ്രവൃത്തിയിൽ കാശി ശരിക്കും പതറിപ്പോയി. തന്റെ മനസ്സും കൈവിട്ടു പോകുന്നത് അവൻ അറിഞ്ഞു. ഉടുമ്പ് പിടിച്ചതുപോലുള്ള അവന്റെ പിടിയിൽ നിന്നും കാശിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. വേറെ വഴിയില്ലാതെ ആ കിടപ്പിൽ തന്നെ രണ്ടും കിടന്നുറങ്ങി. പതിവ് പോലെ രണ്ടാളും കൂടി ജോലിക്ക് വന്നു. അവരെ കണ്ടതും അവിടെ നിന്ന ഒരു ചേച്ചി അവർക്കരികിലേക്ക് വന്നു. അവരെ കണ്ടതും തുളസിക്ക് ആളെ മനസ്സിലായി. ക്ലീനിങ് സ്റ്റാഫ് ആണ് ആള്. 40 വയസ്സ് പ്രായമുണ്ട്. ഒരു പാവം ചേച്ചിയാണെന്ന് തുളസിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ അടുപ്പത്തിനൊന്നും അവൾ പോകാറില്ല. മോളെ, സീമ തുളസിയെ സ്നേഹത്തോടെ വിളിച്ചു. ആ വിളിയിലെ സ്നേഹം മനസ്സിലായതും തുളസി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ ചേച്ചി? അച്ചു കാര്യം തിരക്കി. ഒന്നും തോന്നരുത്, എനിക്കും പെൺകുട്ടികളുള്ളതാ. നിങ്ങളെ അവരുടെ ഒപ്പമേ കാണുന്നുള്ളൂ. അവർ പറയുന്ന കേട്ട് ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. സീമ അത്യാവശ്യം വലിയ 2 കവറുകൾ തുളസിക്ക് നേരെ നീട്ടി. അവൾ ആ കവറിലേക്കും അവരുടെ മുഖത്തേക്കും സംശയത്തോടെ മാറി മാറി നോക്കി. സ്വന്തം അമ്മ തരുന്നതാണെന്ന് കരുതിയാൽ മതി, വേണ്ടെന്ന് പറയരുത്, അതെനിക്ക് സങ്കടാകും. ഇത് തന്നതിന്റെ പേരിൽ ഒരടുപ്പത്തിനും അമ്മ വരില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവർ പറഞ്ഞതും അച്ഛൻ അവരോട് പാവം തോന്നി. തുളസി ആ കവറുകൾ വാങ്ങി. ഇതിൽ എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ആദ്യമായാണ് എനിക്കൊരാൾ ഒരു സമ്മാനം തരുന്നത്. അതുകൊണ്ട് നിഷേധിക്കുന്നില്ല. എനിക്കിതൊക്കെ തരാൻ മനസ്സ് കാട്ടിയ അമ്മയോട് ഒത്തിരി സ്നേഹം. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അച്ചുവിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങി. സീമയും നിറഞ്ഞ ചിരിയോടെ തിരികെ നടന്നു. പാവങ്ങൾക്കല്ലേ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കൂ. തന്നെ തുറച്ചു നോക്കുന്ന അച്ചുവിനോട് തുളസി പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. തലയും ചൊറിഞ്ഞുകൊണ്ട് അച്ചു തുളസിക്ക് നേരെ നിന്ന് പറഞ്ഞു. നമ്മൾ വന്ന ദിവസം മുതലേ ആ അമ്മ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുളസി ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ഇടമാണത്. തുളസി കയ്യിലെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ചോറ് അവർക്ക് കിട്ടിയ ലോക്കറിലേക്ക് വെച്ചു. എന്നിട്ട് ആ അമ്മ തന്ന കവർ തുറന്നു നോക്കി. അതിനുള്ളിലെ സാധനങ്ങൾ കണ്ട് സത്യത്തിൽ തുളസിയുടെ കണ്ണ് നിറഞ്ഞുപോയി.
പുതിയതൊന്നുമല്ല, എന്നാൽ അത്ര മോശമല്ലാത്ത 2 ഹാൻഡ് ബാഗുകൾ, 2 വാട്ടർ ബോട്ടിൽ, അതുപോലെ അടപ്പുള്ള സ്റ്റീലിന്റെ 2 വട്ടപാത്രം. ചോറ് കൊണ്ടുവരാൻ മാത്രമല്ല, അതിനുള്ളിൽ തന്നെ ചെറിയ കറിപ്പാത്രവും ഉണ്ട്. 2 ചെരുപ്പ്, മറ്റേ കവറിൽ നിറയെ ഉടുപ്പുകളാണ്. അതിൽ തന്നെ ഒരു വലിയ പാക്കറ്റ് പാഡും അടിവസ്ത്രവും ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം അതൊക്കെ പുതിയതാണ്. കുറച്ച് പലഹാരപ്പൊതി, ചമ്മന്തിപ്പൊടി, അച്ചാറും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ കണ്ട അച്ഛനും അവരോട് വല്ലാത്ത സ്നേഹം തോന്നി. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്നതുപോലെ തുളസി സീമയെ ഓർത്ത് പുഞ്ചിരിച്ചു. സമയം കളയാതെ രണ്ടാളും കൂടി ജോലിക്ക് കയറി. ഇപ്പൊ ശരീരവേദനയ്ക്കൊക്കെ കുറവുണ്ട്. അച്ചുവിന്റെ കാലിലെ നീരൊക്കെ വറ്റി. ഇപ്പൊ അങ്ങനെ കൂടുതൽ വേദന ഒന്നും എടുക്കാറില്ല. തുളസി സ്വന്തം കാര്യം മാത്രം നോക്കി ജോലി തുടർന്നു. അവളുടെ ജോലിയൊക്കെ വളരെ വൃത്തിയോടുകൂടി ആയതുകൊണ്ട് തന്നെ ആർക്കും അവളെ കുറ്റം പറയാൻ പറ്റില്ലായിരുന്നു. ശിവകാമി നേരെ കിഡ്സ് സെക്ഷനിലേക്ക് വന്നു. അവിടെ നിന്ന് ജോലി ചെയ്യുന്ന അച്ചുവിനെ അവർ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എവിടെയൊക്കെയോ തനിക്കറിയുന്ന ഒരാളുടെ മുഖസാമ്യം തോന്നി അവർക്ക്. അവരെ കണ്ടതും ജോലിക്കാരെല്ലാം ബഹുമാനത്തോടെ നിന്നു. നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്തെങ്കിലും പരാതികളോ ആവശ്യങ്ങളോ ഉണ്ടോ? ആമി സൗമ്യമായി ചോദിച്ചു. എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി. മാഡം, ഞങ്ങൾക്ക് ഡ്യൂട്ടി ടൈം ഷിഫ്റ്റ് ആക്കി തന്നാൽ കൊള്ളാമായിരുന്നു. ഇതിപ്പോ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ തിരക്കുള്ള ദിവസങ്ങളിൽ വലഞ്ഞു പോകുന്നു. അവരിൽ ഒരാൾ ഭവ്യതയോടെ കാര്യം അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ. സ്റ്റാഫുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ആമി അവരെ സമാധാനിപ്പിച്ചു. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ രേഖയുമായി ചർച്ച ചെയ്തുകൊണ്ട് ആമി അവിടെ നിന്നും അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. അവരെ ഇമ വെട്ടാതെ നോക്കി നിന്നു അച്ചു. അന്നത്തെ ജോലി കഴിഞ്ഞതും അച്ചു വല്ലാതെ തളർന്നു പോയി. അവൾക്ക് തലയൊക്കെ ചുറ്റും പോലെ തോന്നി. തുളസിയെ കാത്ത് അവൾ ഗേറ്റിന്റെ അരികിൽ നിൽക്കുമായിരുന്നു. വല്ലാതെ തളരും പോലെ തോന്നിയതും അവൾ അവിടെ മതിലിൽ ചാഞ്ഞു നിന്നു. സീമ തന്ന സാധനങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന തുളസി കാണുന്നത് ആകെ വാടി നിൽക്കുന്ന അച്ചുവിനെയാണ്. അത് കണ്ടതും അവൾ വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? തുളസി ആദ്യോടെ ചോദിച്ചു. അറിയില്ല, വല്ലാത്ത ക്ഷീണം, ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി. അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചതും തുളസി വേഗം കവറിൽ നിന്ന് വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു. അല്പം വെള്ളം കുടിച്ചതും അവൾ ഓക്കെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് രണ്ടാളും വീട്ടിലേക്ക് പോയത്. ഈ സമയമെല്ലാം അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആമിയുടെ മിഴികളൊന്ന് ചുരുങ്ങി. അവരിൽ പല സംശയങ്ങളും നിറഞ്ഞു. മുകളിലെ നിലയിലെ ഗ്ലാസ് വിൻഡോ അവർ ക്ലോസ് ചെയ്തു. തന്റെ ചെറുപ്പത്തിലെ അതേ മുഖച്ഛായാണ് ആ പെൺകുട്ടിക്കെന്ന് അവർ ഓർത്തുപോയി. എന്തോ ഒരു ആത്മബന്ധം. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. രേഖ, എനിക്ക് ആ പുതുതായി വന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണം. ആമി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് രേഖ വേഗം ശരിയെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയതും തുളസി പാവിരിച്ച് അവളെ അതിൽ കിടത്തി. ഇന്ന് ജോലി കുറച്ച് കൂടുതലായിരുന്നു. സാരമില്ല, പോട്ടെ, ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഇട്ട് തരാം, അവൾ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു. പനിക്കും പോലെ തോന്നിയതും അച്ചു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. തുളസി ഒരു കാപ്പിയിട്ട് അവൾക്ക് കൊടുത്തു. കുളിക്കാൻ അല്പം വെള്ളം അനത്തിയും ഇട്ടു. കാപ്പി കുടിച്ചപ്പോ തന്നെ അവൾക്ക് പകുതി ആശ്വാസം തോന്നി. ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു വന്നതും ആളും ഉഷാറായി. വരുന്ന വഴി വാങ്ങിയ ഡോളോ ഒരെണ്ണം എടുത്തു കൊടുത്തു തുളസി അവൾക്ക്. അതും കഴിച്ച് അച്ചു ഒരു ഉറക്കങ്ങ് പാസാക്കി. ഇതേ സമയം തുളസി ബാക്കി ജോലിയൊക്കെ ഒതുക്കി. രാത്രി രണ്ടാളും ചൂട് കഞ്ഞി കുടിച്ചു. അച്ചു ഉഷാറായി എന്ന് കണ്ടപ്പോഴാണ് തുളസിക്ക് സമാധാനമായത്. അന്നത്തെ ദിവസം വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി. രാവിലെ പതിവ് പോലെ ഇരുവരും ജോലിക്ക് പോകാൻ റെഡിയായി. സീമ കൊടുത്ത ബാഗും ചോറ്റുപാത്രവും ഒക്കെ എടുത്ത് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ സന്തോഷത്തോടെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ കണ്ട് സീമയ്ക്ക് സന്തോഷം തോന്നി. തുളസിയെ അച്ചു അവരെ കണ്ടത് നന്ദിയോടെ ഒന്ന് പുഞ്ചിരിച്ചു. തിരികെ അവരും ഒരു കുഞ്ഞു ചിരി അവർക്കായി നൽകി. സൂര്യവെളിച്ചം കണ്ണിൽ കുത്തി കയറിയതും ഡെറി അസ്വസ്ഥതയോടെ കണ്ണു തുറന്നു. തന്റെ പുറത്ത് വേറെ ആരോ കയറി കിടക്കുന്നു എന്നറിഞ്ഞതും അവനൊരു ഞെട്ടലോടെ തലയുയർത്തിയൊന്ന് നോക്കി. തന്റെ നെഞ്ചിൽ മുഖം വെച്ച് പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന ആ ഗർജിക്കുന്ന കടുവയെ കണ്ട് അവന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. അതേ അമ്പരപ്പോടെ അവൻ ചുറ്റും ഒന്ന് നോക്കി. ഭിത്തിയിലെ ഫോട്ടോയൊക്കെ കണ്ടപ്പോ തന്നെ ഇത് കാശിയുടെ വീടാണെന്ന് അവന് മനസ്സിലായി. താൻ എങ്ങനെ ഇവിടെയെന്ന് അവൻ ചിന്തിക്കാതെ ഇരുന്നില്ല. കാശി ഒന്ന് മുഖമൊരുമി തിരിഞ്ഞു കിടന്നത് ഡെറിയുടെ മനസ്സിൽ അവൻ തന്നെ തല്ലിയത് ഓർമ്മ വന്നു. അതോടെ അവന്റെ മുഖം മാറി. നിമിഷ നേരം കൊണ്ട് അവനെ മറിച്ചിട്ടുകൊണ്ട് അവന്റെ കൈ അവൻ ലോക്ക് ചെയ്തു. കാശി ഞെട്ടി ഉണർന്നു. അവൻ ഡെറിയെ മിഴിച്ചു നോക്കി. അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വന്യത കണ്ട് കാശി കണ്ണു മിഴിച്ചു. ഇവനെ അപ്പോ റോഡിൽ കിടന്ന് വല്ല വണ്ടിയും കയറി ചാകാതെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ട് വന്നവനല്ലേ താൻ? എന്നോട് ഇവൻ ഇത് എന്തിനാ ഇത്ര കലിപ്പെടുന്നത് എന്ന് ചിന്തിച്ചു പോയി അവൻ. നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു. എനിക്ക് നേരെ കൈ ഉയർത്താൻ മാത്രം വളർന്നോ നീ? കാശിയുടെ 2 കൈ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി കടിച്ചു. വേദന കൊണ്ട് അറിയാതെ കാറിപ്പോയി കാശി. കടി കിട്ടിയ കവിൾ വീർപ്പിച്ചുകൊണ്ട് ഇതെന്ത് ജന്മ എന്ന പോലെയാണ് കാശി അവനെ നോക്കുന്നത്.
അവന്റെ പൂച്ചനോട്ടം കണ്ടപ്പോ അതുവരെ കലിപ്പുമോടി നിന്നവന് മാറ്റങ്ങൾ വന്നു. അവന്റെ മിഴികൾ തിളങ്ങി. കാശി അത് ശ്രദ്ധിച്ചു. അവൻ അപകടം മണത്തു. അതോടെ ആഞ്ഞു കുതറി അവൻ. ഡെറി അവനെ ലോക്കിട്ട് പിടിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ അവന്റെ മുഖമൊക്കെ ചുവന്നു പോയി. നീ വലിയ പോലീസുകാരനല്ലേ? എന്നിട്ട് എന്താടാ പോലീസുകാരാ നിനക്കിപ്പോ തല്ലാൻ കൈ പൊങ്ങാത്തത്? പറയലും അവന്റെ അടുത്ത കവിളിലും കടിച്ചു വിട്ടിരുന്നു ഡെറി. പൊന്ന മോനെ, ഈ കൈയൊന്നു വിട്ട നിന്റെ അന്ത്യമാണ്. കാശി അവനെ നേരെ അലറി. ആഹാ, എന്നാ അതൊന്ന് കാണണമല്ലോ. അവൻ കാശിയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ പതിയെ കടിച്ചു തുടങ്ങി. ആ വിടട പട്ടി! കാശി പിടഞ്ഞു കുതറി. ഡെറി ആസ്വദിച്ച് സാവധാനം അവന്റെ കഴുത്തിൽ നാവ് കൊണ്ട് കളം വരച്ചു. അവന്റെ കുറ്റിത്താടി ഉരസി കാശിക്ക് ആകെ കൂടി കുളിരു കോരി. അവന്റെ പിടച്ചിൽ ഡെറിക്കൊരു ഹരമായി തോന്നി. പതിയെ അവന്റെ ചുണ്ടുകളെ ഡെറി വിഴുങ്ങിയെടുത്തത് കാശിയുടെ കണ്ണ് രണ്ടും തള്ളിപ്പോയി. അവന്റെ ചുണ്ടുകൾ അവൻ കടിച്ചു വലിച്ചു. വേറെ വഴിയില്ലാതെ കാശി തന്റെ മുട്ടുകാൽ ഉയർത്തി അവന്റെ വയറിൽ ആഞ്ഞൊന്ന് കുത്തി. ആ! അവൻ പെട്ടെന്ന് കിട്ടിയ പ്രഹരത്തിൽ ഒന്ന് ഞെട്ടിപ്പോയ നിമിഷം തന്നെ കാശി അവനെ തിരിച്ചു കിടത്തി അവന്റെ കൈ രണ്ടും ലോക്ക് ചെയ്ത് അവന്റെ മുകളിലായി സ്ഥാനം പിടിച്ചു. അവൻ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ പൊട്ടിയ ചുണ്ടും തന്റെ പല്ലിന്റെ അടയാളമുള്ള കവിളുകളും ആ ചുവന്നു വിങ്ങിയ കഴുത്തുമൊക്കെ ആ കിടപ്പിലും വശ്യമായി നോക്കി കിടക്കുന്നവനെ കണ്ട് കാശിക്ക് ദേഷ്യം അരച്ചു കയറി.